പ്രതിരൂപമല്ലോ. അവളോട് മറിയം ചെവിയിൽ പറഞ്ഞു, നീ ഇന്നു ക്രിസ്തുവിൻ പ്രതിരൂപമല്ലോ. ആറാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പട്ടാളക്കാരുടെ പിന്നാലെയായി ഞാൻ ഈശോയെ അനുഗമിച്ചു. ജനക്കൂട്ടത്തെ വകവയ്ക്കാതെ ഒരു സ്ത്രീ ഈശോയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നത് ഞാൻ കണ്ടു. അവൾ തൻ്റെ ശിരോവസ്ത്രം അഴിച്ച് രക്തവും വിയർപ്പും നിറഞ്ഞ ഈശോയുടെ മുഖം വാത്സല്യത്തോടെ തുടച്ചു. അവളെ അതിനനുവദിക്കാതെ പട്ടാളക്കാർ ഉടൻ തന്നെ ബലമായി അവളെ പിടിച്ചു മാറ്റി. അവളുടെ മുഖം അവരോട് ഇങ്ങനെ ചോദിക്കുന്നതായി തോന്നി, എന്തിനാണ് നിങ്ങൾ ഇവനോട് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അതറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ നിശബ്ദമായി ഈശോയെ അനുഗമിച്ചു. എൻ്റെ കർത്താവായ ഈശോയെ, തനിക്ക് തരാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നല്ലത് തൻ്റെ സ്ത്രീത്വത്തിൻ്റെ മഹത്വമായ ശിരോവസ്ത്രം കൊണ്ട് വെറോനിക്ക അങ്ങയുടെ തിരുമുഖം തുടച്ചുവല്ലോ. എന്നാൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുവാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അങ്ങയെ സഹായിക്കുവാൻ എത്രയോ അവസരങ്ങൾ എനിക്കെല്ലാ ദിവസവും ലഭിക്കുന്നു. പക്ഷേ അവയെല്ലാം അവഗണിക്കുകയാണല്ലോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ രക്ഷകനായ ഈശോയെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാതെ എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് തരുവാനുള്ള കൃപ എനിക്ക് തന്നരുളണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.